ശ്രീലാൽ, മൊത്തത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് സംസ്ഥാന രാഷ്ട്രീയത്തിലായാലും ദേശീയ തലത്തിലായാലും ഒരു അമ്പരപ്പിൻ്റെയും ട്വിസ്റ്റിൻ്റെയും കാലമാണ്. ഇന്നലെ ഇവിടെ അമ്പരപ്പുണ്ടായത് നമ്മൾ കണ്ടതാണ്. അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നു, പ്രതിപക്ഷം വിചാരിച്ചത് ഇത് തള്ളും, അവതരണാനുമതി അല്ലെങ്കിൽ അതിന് നിഷേധിക്കുന്നതോടുകൂടി സർക്കാർ ഒളിച്ചോടി എന്നൊരു നിലപാട് സ്വീകരിക്കാം. പക്ഷേ അവരെ അമ്പരപ്പിച്ചുകൊണ്ട്, അതാണ് ഇന്നത്തെ ദേശീയ നേതൃത്വത്തിൻ്റെ അമ്പരപ്പ്. ഇന്നലെ ഇവിടെ വരുന്നത് അങ്ങനെയാണ്. ആ അമ്പരപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു അടിയന്തരമായി ചർച്ചയാകാം എന്ന് പറഞ്ഞതോടുകൂടി അതിലൊരു വലിയ ട്വിസ്റ്റായി. ഇന്നത്തെ ഹരിയാന ട്വിസ്റ്റ് പോലെ ഇന്നലെ നിയമസഭയിൽ കണ്ടത് അതാണ്. അതുപോലെ തന്നെ നേതൃത്വം അമ്പരന്നുപോയി. ഒരു പൊസിഷൻ ഇപ്പോൾ സഭയ്ക്കകത്ത്, അതിപ്പോൾ പാർലമെൻറ്റിലാവട്ടെ നിയമസഭകളിലാകട്ടെ, ഇത്തരം സാഹചര്യങ്ങളിൽ എടുക്കുന്ന രാഷ്ട്രീയ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, യഥാർത്ഥത്തിൽ ഈ യുദ്ധതന്ത്രം മറന്നുപോയ നിലയിലേക്ക് ഒരു പ്രതിപക്ഷത്തെ കണ്ടു എന്നൊക്കെയുള്ള വലിയ നിരീക്ഷണമൊക്കെ നടന്നു. ആ ക്ഷീണം മറികടക്കാൻ കൂടിയാകും ഇന്ന് മറ്റൊരു തരത്തിൽ അതേ വിഷയത്തെ ലാൻഡ് ചെയ്യിക്കാൻ ശ്രമിച്ചത്. അപ്പോഴും സർക്കാരിൻ്റെ നിലപാട് ഒന്നുതന്നെയാണ്, ചർച്ചയാവാം, രസകരമാണ് കാര്യം. നേരത്തെ രണ്ടിടത്തും അമിതാത്മവിശ്വാസമാണ് കോൺഗ്രസിന് വിനയായത്. അതായത് ഒരു പ്ലാൻ ബി എന്ന് പറയുന്ന ഒരു പദ്ധതി കോൺഗ്രസിനില്ല എന്നുള്ളതാണ്. ഇന്നലെ നിയമസഭയിൽ കോൺഗ്രസ് പ്രതീക്ഷിച്ചത് ഇത്ര വലിയൊരു വിഷയം, മുഖ്യമന്ത്രി നേരിട്ട് ബാധിക്കുന്ന വിഷയം, മുഖ്യമന്ത്രി പ്രതിരോധത്തിലായി നിൽക്കുന്ന ഒരു വലിയ വിഷയം എന്ന രീതിയിൽ കൊണ്ടുവരികയും അപ്പോൾ അതിന് ഒരു കാരണവശാലും അടിയന്തര പ്രമേയത്തിന് അനുമതി ലഭിക്കില്ല എന്നുള്ളൊരു കാര്യത്തിലായിരുന്നു കോൺഗ്രസ് വന്നത്. പക്ഷേ അവതരിപ്പിച്ച ഉടനെ തന്നെ അടിയന്തര പ്രമേയത്തിന് അനുമതി ലഭിച്ചതോടെ ഇനി എന്താകണം എന്നുള്ളത് തലത്തിലേക്ക് വലിയ പ്രതിസന്ധി ഉണ്ടായി. സണ്ണി ജോസഫ് അവതരിപ്പിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ ആ ചർച്ച മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ ഇതുവരെ പറഞ്ഞ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ പുകമുറ, അതിൽ വലിയ വിള്ളൽ വീഴുമെന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് ഒരു പക്ഷേ കോൺഗ്രസിന് ഇന്നലെ ആവശ്യമില്ലാത്ത. കാരണം ഇന്നലെ അത്തരം ഒരു വലിയ പ്രതിഷേധത്തിൻ്റെ അവസരം അവിടെ ഇല്ല. ഇന്നലെ ശരിക്കും പറഞ്ഞാൽ സ്പീക്കർ ചോദിച്ചത്, ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട് ആ സമയത്ത്. കാരണം പ്രതിപക്ഷ നേതാവടക്കം ഇരിപ്പിടത്തിലേക്ക് മടങ്ങിയ ശേഷം ചില അംഗങ്ങൾ സഭയുടെ നടത്തലത്ത്, പ്രതിപക്ഷ അംഗങ്ങൾ, കോൺഗ്രസ് അംഗങ്ങൾ സഭയുടെ നടത്തലത്തിൽ നിന്ന് ബഹളം വയ്ക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് പിടിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയ ശേഷം തിരിച്ചു വന്ന് ഇത്ര വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു, ഇത്ര വലിയ വിഷയമുണ്ടാക്കുന്നു. അതിനിടയിൽ യാതൊരു പ്രകോപനമില്ലാതെ സ്പീക്കർ ഡയസിലേക്കായിരുന്നു. കഴിഞ്ഞ ദിവസം വരെയും സ്പീക്കർ ഡയസിലേക്ക് കയറിയ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുണ്ടായ വിഷയങ്ങളിൽ വലിയ തോതിലുള്ള കടന്നാക്രമണം നടത്തിയിരുന്ന കോൺഗ്രസ് MLA മാർ ഒരു വലിയ പ്രതിസന്ധിയൊന്നും ഇല്ലാത്തൊരു സമയത്ത്, അല്ലെങ്കിൽ വലിയ പ്രതിഷേധം താഴ്ന്നതിനെ ഉയർത്തുന്ന സമയത്ത് സ്പീക്കർ ഡയസിലേക്ക് കയറി നാടകമുണ്ടാക്കുന്നു. ആർക്കും മനസ്സിലാവുന്ന കാര്യം ആ ചർച്ച എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്നുള്ളതായിരുന്നു. അതായത് ഞാൻ പറഞ്ഞത് പ്ലാൻ ബി ഇല്ല. ഹരിയാനയിൽ സംഭവിച്ച ഇത് തന്നെയാണ്. ഹരിയാനയിൽ നോക്കൂ, കോൺഗ്രസ് എന്നല്ല, പ്രതിപക്ഷത്തിരിക്കുന്ന ഏതൊരു പാർട്ടിക്കും നിഷ്പ്രയാസം ജയിച്ചു വരാൻ സാധിക്കുന്ന എല്ലാ അനുകൂല തരംഗങ്ങളും, എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഹരിയാന ഉണ്ടായിരുന്നു. അവിടുത്തെ ഏറ്റവും പ്രബലരായ കർഷകർ, അവർ ഏതാണ്ട് 1-2 വർഷമായി അവർ പ്രക്ഷോഭത്തിലാണ്. അത് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിന്, ലോക്സഭ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് വലിയ തോതിൽ ആളിക്കത്തുകയും ചെയ്തിരുന്നു. അവിടെ വലിയ തോതിലുള്ള ഏറ്റുമുട്ടലുണ്ടായി, ചില ജീവനുകൾ പൊലിഞ്ഞു. ഇത്തരത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ തോതിൽ ആ സംഘർഷം നിലനിൽക്കുന്ന സമയമായിരുന്നു ഇത്തവണത്തേത്. അതൊരു ഭാഗത്ത്. 2, ജാട്ട് വിഭാഗത്തിന് BJPക്കെതിരെയുള്ള വലിയ രോക്ഷം അവിടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കായിക താരങ്ങൾ നേരിട്ട പ്രതിസന്ധിയിൽ അവരുടെ ഡൽഹിയിൽ വലിച്ചിഴച്ച നടപടി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഉണ്ടായിരുന്നു. വിനേഷ് ഫോഗാട്ടിൻ്റെ വിഷയത്തിൽ അവിടെ ഒരു വലിയ സർക്കാർ വിരുദ്ധ ഒരു വികാരം വളർന്നു വന്നിരുന്നു. ഇങ്ങനെ സർക്കാർ വിരുദ്ധ വികാരം എല്ലാ തലങ്ങളിലും, വിലക്കയറ്റം അതുപോലുള്ള മറ്റ് വിഷയങ്ങൾ ബാക്കി വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എല്ലാ തലത്തിലും ഇത്തരത്തിൽ സർക്കാർ വിരുദ്ധ വികാരം നിലനിൽക്കുന്ന സ്ഥലത്താണ് ഹരിയാനയിൽ പോയി കോൺഗ്രസ് ഇത്ര വലിയ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നത്. തീർച്ചയായും എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇങ്ങനെ സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കാതെ പോയതിന് ഹരിയാനയിലെ കോൺഗ്രസും ദേശീയ കോൺഗ്രസും ഹരിയാനയിലെ കർഷകരോട് മാപ്പ് പറയണം. ഞാൻ പറയുന്നത് കൃത്യമായി എണ്ണി പറയുകയാണ്. ഹരിയാനയിലെ കർഷകരോട് മാപ്പ് പറയണം, ഹരിയാനയിലെ പിന്നാക്ക വിഭാഗങ്ങളോട് മാപ്പ് പറയണം, ഹരിയാനയിലെ ജാട്ട് വിഭാഗങ്ങളോട് മാപ്പ് പറയണം, ഒപ്പം തന്നെ ഹരിയാനയിലെ കായിക താരങ്ങളോട് മാപ്പ് പറയണം. ഇത് പറയാതെ കോൺഗ്രസിന് മുന്നോട്ട് പോകാനാകില്ല എന്നുള്ള വ്യക്തമാക്കുന്നതാണ്. കാരണം കോൺഗ്രസിന് സ്ട്രാറ്റജി പാടെ തകർന്നു പോയി എന്നുള്ളതാണ്. 40% വോട്ടാണ് കോൺഗ്രസിനുള്ളത്. ശതമാനം കണക്ക് വരുമ്പോൾ 39% നിലവിൽ BJPക്കുള്ളത്. പക്ഷേ 2% വോട്ട് ആം ആദ്മി പാർട്ടിക്കുണ്ട്. ആ 2% വോട്ട് കൂടി വന്നിരുന്നുവെങ്കിൽ സീറ്റിൻ്റെ കാര്യത്തിൽ മാറ്റമുണ്ടാകുമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവിടെയാണ് കോൺഗ്രസിൻ്റെ തന്ത്രമില്ലായ്മ, അല്ലെങ്കിൽ ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞു എന്നുള്ള അമിത ആത്മവിശ്വാസം ഈ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത്.